ഇനി ഒരെണ്ണം കൂടി ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ ഗവൺമെന്റിന്റെ പ്രതിച്ഛായയെ മാറും. നമ്മൾ ഇപ്പൊ തന്നെ ലേറ്റായി. ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഒരു ഓപ്പറേഷൻ ഉണ്ടായാൽ മുമ്പ് മേനം പറഞ്ഞതുപോലെ ഇരുഭാഗത്തും വലിയ നഷ്ടങ്ങൾ ഉണ്ടാവും. ഒരു ബോട്ടോ 4 കള്ളന്മാരോ വലിയ പ്രോബ്ലം ഒന്നുമല്ല. പിന്നെ 5 കോടിയുടെ കാര്യമല്ലേ, നമുക്ക് ഡൽഹിയെ കൺവിൻസ് ചെയ്യേണ്ടി വരും. ഞാൻ കുറച്ചു മുമ്പ് CM-മായി സംസാരിച്ചപ്പോ കേന്ദ്രമന്ത്രി കൂടി ഇൻവോൾവ് ആയതുകൊണ്ട് വേറെ ഒരു മാർഗവുമില്ലെങ്കിൽ ടെററിസ്റ്റുകളുടെ ഡിമാൻഡ്സിന് വഴങ്ങിക്കൊടുക്കുക. എനിക്കതിനോട് യോജിപ്പില്ല. നമ്മളൊരു കീഴ്വഴക്കമുണ്ടാക്കിയാൽ നാളെ അത് വീണ്ടും ആവർത്തിച്ചെന്ന് വരും. ഇന്ന് 4 മയക്കുമരുന്ന് കള്ളക്കടത്തുകാരുടെ കാര്യത്തിലാണ് സംഭവിച്ചത്. നാളെ ചിലപ്പോൾ ഒരു കൊലപാതകയ്ക്ക് വേണ്ടിയായിരിക്കും. നമുക്കുണ്ടാകുന്ന ഒരു പരാജയം പല ഭീകരന്മാർക്കും ഒരു പ്രചോദനമാകും. ടു ബി വെരി ഫ്രാങ്ക്, 1% പോലും എനിക്ക് അതിനോട് യോജിക്കാൻ കഴിയുന്നു. ഇതൊരു പരാജയമാണ്, കീഴടങ്ങലാണ്. നെവർ, ഒരിക്കലുമല്ല. ഒരു വിട്ടുവീഴ്ച, അതും ആർക്ക് വേണ്ടി? നിരപരാധികളായ ഒരു പറ്റം മനുഷ്യർക്ക് വേണ്ടി. ആ ഭീകരന്മാർക്ക് മനുഷ്യത്വത്തിന്റെ ഒരു അംശം പോലും ഇല്ലെന്ന് അവർ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയുള്ളപ്പോ നമുക്കെന്താ വേറൊരു പോംവഴി? ഇല്ല സാർ, അതുകൊണ്ട് തന്നെ അങ്ങ് പറഞ്ഞതിനോട് 100% ഞാൻ യോജിക്കുന്നു. ഇതൊരു പരാജയമോ കീഴടങ്ങലോ അല്ല. ഈ വിട്ടുവീഴ്ചയെ ആരും ദുർവ്യാഖ്യാനിക്കുമില്ല. കൂടാതെ തടവുകാരെ വിട്ടുകിട്ടിയാൽ ഉടൻ സമർത്ഥമായി അവർക്കെതിരെ ഒരു കെണിയൊരുക്കുക, സർവശക്തിയും ഉപയോഗിച്ച് അവരെ എതിർക്കുക. ഈവൻ ഇഫ് വി ഹാവ് ടു കിൽ ദം. സാറിന് തെറ്റുപറ്റി. വളരെ സമർത്ഥമായിട്ടാണ് ഈ ഗ്രൂപ്പ് കിഡ്നാപ്പിംഗ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഒരുക്കുന്ന കെണിയിൽ വീഴാൻ മാത്രം മണ്ടനല്ല ചാൾസ്. അയാൾ രക്ഷപ്പെടും, അതെനിക്ക് ഉറപ്പുണ്ട്. ഇതിങ്ങനെ ഒരു തീരുമാനമാകാതെ നീണ്ടുപോയാൽ? പല രാജ്യങ്ങളിലും ഇതിലും ദുർഘടമായ സാഹചര്യങ്ങളിൽ ഹോസ്റ്റേജസിന് ഒരു പോറൽ പോലും ഏൽക്കാതെ ഇതിലും വലിയ ഭീകരന്മാരിൽ നിന്ന് രക്ഷപ്പെടുത്തിയ സംഭവങ്ങൾ നമുക്കറിയാം. പക്ഷേ അതൊന്നും സ്റ്റേറ്റ് അറ്റാക്കുകളായിരുന്നില്ല, കമാൻഡോ ഓപ്പറേഷൻസ് ആയിരുന്നു എന്ന് മാത്രം. ശരിയായിരിക്കാം, പക്ഷെ നമ്മുടെ ഫോഴ്സിൽ അതിനെ പറ്റിയ ആളുകളുണ്ടോ? ഉണ്ടായിരുന്നു, പക്ഷെ ഇന്നില്ല. വേണമെങ്കിൽ അയാളുടെ സേവനം നമുക്ക് ആവശ്യപ്പെടാം. അങ്ങനെ ഒരാളുണ്ടായിരുന്നു. ആരാണ് അയാൾ? Who the hell is he? മേനോൻ സാർ. ഞാൻ വീട്ടിൽ അന്വേഷിച്ചു. അപ്പോഴാണ് സദേൺ എക്സ്പ്ലോസീവ്സ് ആൻഡ് മൈനിംഗ് കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ ഇപ്പോൾ ഓൺ ഡ്യൂട്ടിയിലാണെന്ന് അറിഞ്ഞത്. നേരെ ഇങ്ങോട്ട് പോകും. ആരെങ്കിലും പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. ആരെയെങ്കിലും പറഞ്ഞു വരേണ്ട കാര്യമല്ല, അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വന്നത്. എനിക്ക് കുറച്ച് സംസാരിക്കാം. നമുക്ക് വീട്ടിലേക്ക് പോകാം സാർ. ഡിപ്പാർട്ട്മെന്റിലെ കുട്ടി ദൈവങ്ങൾക്കും വലിയ ദൈവങ്ങൾക്കും സുഖം തന്നെയാണോ സാർ? കരക്കാരെ കൊണ്ട് ജോലി